ഈ ശബരിമലയിലെ കാര്യങ്ങളൊക്കെ പുതിയ ഒരു വഴിത്തിരിവിലേക്ക് പോകും എന്ന് കരുതുന്നുണ്ടോ? അതോ എവിടെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ്? കോടതി കർശനമായിട്ട് ഇടപെടുന്നുണ്ട്, വ്യക്തമായി ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം അവസാനം വരെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. 3 മാസം നീട്ടിക്കൊടുത്തിട്ടുണ്ട് വീണ്ടും. അതെ. കോടതി പറഞ്ഞിട്ടുണ്ട് ശക്തരായിട്ടുള്ള ആളുകളാണ് അന്വേഷണം നടത്തുന്നത്. ചില ആൾക്കാരെ മാറ്റാൻ വേണ്ടി ഇവർ പറഞ്ഞ സമയത്ത് മാറ്റണ്ട, അവർ നല്ല ആളുകളാണ് എന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ട് കോടതിയും പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിനെയും കൂടി നിങ്ങൾ വിറ്റ് കാശാക്കുകയാണോ എന്നുള്ളത്. ദൈവത്തിനെ പോലും അത് തന്നെ. അപ്പം ആ നിലയ്ക്കൊക്കെയുള്ള അന്തരീക്ഷം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയ്യപ്പൻ്റെ ശക്തി കൂടി ഉള്ളത് കൊണ്ട് ഇത് മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. പക്ഷേ ഇതിനെവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ശ്രമം നല്ല രീതിയിൽ വേറെ നടക്കുന്നുണ്ട്. കാരണം എന്താ, ഇപ്പം സ്വർണം കെട്ടവൻ ആരടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെട്ടവനുണ്ട്, വിറ്റവനുണ്ട്, കൈപ്പറ്റിയവനും ഉണ്ടല്ലോ. അപ്പം അതിലേക്കാണല്ലോ വരുന്നത്. അതെ. കാരണം സോണിയാഗാന്ധിയോടൊപ്പം ഇയാൾ നിന്നിട്ടുണ്ട്. ഇയാളെ കൊണ്ടുപോയവരാരോ അതും നോക്കണം. അപ്പം ആർക്കൊക്കെ പങ്കിട്ടുള്ളത് നോക്കണം. അപ്പം മെല്ലെ 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 ആദ്യം അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇവരുടെ ഒതുങ്ങുന്നത്, ഇവരങ്ങേറ്റം വരെ ശ്രമിച്ച് അവരിലേക്ക് കൂടി എങ്ങനെ എത്തിക്കാനുള്ള വഴിയെന്ന ഇനി ആരൊക്കെ ഉണ്ടാകും കൂടിയാണ് ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നില്ല അത് ആ സമയം കൂടി നീട്ടിക്കൊടുത്തത് കൊണ്ട് വ്യക്തമായ ഒരു, ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ കേന്ദ്രം അന്വേഷിക്കണം എന്നുള്ളതാണ്, CBI അന്വേഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിൻ്റെ യഥാർത്ഥ ആൾക്കാരെ കണ്ടെത്താൻ സാധിക്കുള്ളൂ, യഥാർത്ഥമായിട്ട് ഇനി തെളിവുകൾ എടുക്കാൻ സാധിക്കുള്ളൂ, സത്യസന്ധമായുള്ള അന്വേഷണത്തിൽ കൂടിയേ സാധിക്കുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഈ ശബരിമലയ്ക്കൊരു പ്രത്യേക ഭരണപരമായ കാര്യങ്ങളിലേക്ക് വേറൊരു രീതിയിൽ പോകേണ്ടിയിരിക്കുന്നു തോന്നുന്നില്ലേ? കാരണം ദേവസ്വത്തിൻ്റെ കൈകളിലൂടെ ഇനിയിപ്പോൾ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതിലൊരു വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശക്തമായിട്ടുള്ള ഒരു ഭക്തജന പങ്കാളിത്തത്തോടു കൂടി അതിൽ കാര്യങ്ങൾ നടക്കണം. ദൈവത്തിനെ ഭരിക്കുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ദൈവത്തിനെ സേവിക്കാനുള്ള ഒരു വിഭാഗം ഉണ്ടാക്കണം. അതിന് കേന്ദ്രം ഇടപെടണം എന്നുള്ളതാണ് പറയുന്നത്. കേന്ദ്രം ഇടപെട്ടിട്ട് കേന്ദ്രത്തിൻ്റെ പ്രതിനിധി, കേരളത്തിൻ്റെ പ്രതിനിധി, ഭക്തന്മാരുടെ ഇടയിൽ നിന്ന് ഉള്ള യഥാർത്ഥ ഭക്തന്മാരല്ല ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള, അത് ആചാര്യന്മാരാകാം, നല്ല തന്ത്രിമാരാകാം. ഇപ്പം ഈ നല്ലതെന്ന് ഉപയോഗിക്കേണ്ടി വരുന്നു. അതെ, നല്ല തന്ത്രിമാരാകാം, നല്ല ആചാര്യന്മാരാകാം, വലിയ ആശ്രമങ്ങളൊക്കെ ഉള്ളത്, അങ്ങനത്തെ ആളുകളിൽ നിന്ന്. ഇനി ഭക്തന്മാരെക്കുറിച്ച് ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് രാഷ്ട്രീയക്കാർ കടന്നുകൂടാതെ ഇരിക്കാൻ വേണ്ടി ആശ്രമങ്ങൾ ഉപയോഗിക്കാമല്ലോ, അവരായിരിക്കണം. പിന്നെ അവർ നിശ്ചയിക്കുന്ന കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും നല്ലവരായിട്ടുള്ള ആളുകൾ, അവരുടെ പങ്കാളിത്തത്തോടു കൂടി ഒരു ഭരണം വരണം എന്നുള്ളതാണ് സേവന ചിന്താഗതിയോട് കൂടിയിട്ടുള്ള. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളൊക്കെ കുറേ നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മോഷണമൊന്നും കൂടുതൽ നടക്കില്ല. പക്ഷെ പഴയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതും കൂടി ചിന്തിക്കണം അതൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ ശക്തിയുള്ള ഒരു മേൽനോട്ടക്കാരാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ചെയ്യാനൊന്നും സാധിക്കില്ല, കള്ളത്തരങ്ങളൊന്നും. ഭക്തന്മാർ സമർപ്പിക്കുന്ന ആ സമർപ്പണമല്ലോ, തുകയും സാധനങ്ങളും ആഭരണങ്ങളും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ശബരിമല മാത്രമല്ല, ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ചെറിയ ക്ഷേത്രങ്ങൾ പോലും സംരക്ഷിക്കാനും സാധിക്കും ഒന്നിച്ച് നിന്നുകൊണ്ട്. അതാണ് തോന്നുന്നത്. പക്ഷേ ശബരിമല അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ, മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിയമ ഭേദഗതികളൊക്കെ ധാരാളം വരുന്നുണ്ട്. നൂലാമാലകൾ ഉണ്ടാകത്തില്ലേ? ഉണ്ടാവും. അത് കേരളം മാത്രമല്ലല്ലോ, കേന്ദ്രം അതിനെക്കുറിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. ധാരാളം മാറ്റങ്ങൾ പലതിലും കൊണ്ടുവരുന്നില്ലേ? അതേപോലെ തന്നെ പല സ്റ്റേറ്റുകളും ഇപ്പോൾ ആ നിലയ്ക്കുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ ദേവസ്വം ബോർഡിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ കേരളത്തിലും, കേരളം ഭാരതത്തിൻ്റെ ഭാഗമാണല്ലോ, അങ്ങനത്തെ ഒരു വലിയ ശ്രമം ആ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ആ ശ്രമം ഉണ്ടാകണമെങ്കിൽ കേരളത്തിൽ ഉള്ള ആ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും ആ നിലയ്ക്കുള്ള ശ്രമം നടത്തേണ്ടി വരും.
വേണമല്ലോ. ഉം. അപ്പം ആ നിലയ്ക്കും കൂടി പോകണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു നല്ല രീതിയിൽ ഈ ശബരിമല ശരിയായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ശരിയാവും. അതെ. കാരണം ഏറ്റവും വരുമാനമുള്ള ശബരിമലയാണല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും വലിയ നേട്ടം ഉണ്ടാക്കി തരുന്നതാണ്. ഏറ്റവും വലിയ റവന്യൂ വരും. പുറത്തുനിന്ന് വരുന്ന മുഴുവൻ ആൾക്കാർ, ശബരിമലയ്ക്ക് അകത്ത് മാത്രമല്ല, പുറത്ത് നടക്കുന്ന പല സ്ഥലത്തും സാധനങ്ങൾ, ഒരു ചെറിയ സാധനം വാങ്ങുന്നത് മുതൽ ഏറ്റവും വലിയ സാധനങ്ങൾ വരുന്നതിൻ്റെ അടക്കം GST മുതൽ അല്ലാത്ത വരുമാനം വരെ ആർക്കാ പോണത്? ഈ 2 മാസക്കാലം തീർത്ഥാടന കാലം കേരളത്തിലെ മാർക്കറ്റ് പൊതുവെ ഉണരുന്നു എന്നാണ് പറയുന്നത്. അതെ, മാർക്കറ്റ് മാത്രമല്ലല്ലോ, KSRTC, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതെ, ഇതിനെല്ലാം ശമ്പളം കൊടുക്കാനും വരുമാനം ഉണ്ടായി കൊടുക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഹിന്ദുക്കളെ കറന്നെടുക്കുന്ന, ഭക്തന്മാരെ കറന്നെടുക്കുന്ന, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാത്രമാണ് അവർ കാണുന്നത് ശബരിമലയെ. അതുകൊണ്ട് അവർക്ക് എന്താ പ്രശ്നം? അതിലാണ് മാറ്റം വരുത്തണം എന്ന് പറയുന്നത്. അതിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇത് ചെയ്യണം. പക്ഷേ ശബരിമല ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് സംസ്ഥാനത്തിലേക്ക് ഒരു കടന്നുകയറ്റമാണ് എന്നുള്ള പ്രശ്നങ്ങൾ ഉയരാം. അത് ഉറപ്പാണല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്കും പറയുന്നത്. അതെ. അതുകൊണ്ട് അതിന് സമയമെടുക്കും. ബോധവൽക്കരണം നടത്തണം ജനങ്ങളുടെ ഇടയിൽ, ഭക്തന്മാരുടെ ഇടയിൽ. ആ ഭക്തന്മാരുടെ നിന്ന് ഭക്തന്മാരിൽ നിന്ന് കാഴ്ച വ്യക്തമായിട്ടുള്ള സമുദായ സംഘടനകളുടെ, ആശ്രമങ്ങളുടെ, മഠങ്ങളുടെ, വലിയ വലിയ ആശ്രമങ്ങളുടെ, വലിയ വലിയ നേതാക്കന്മാരുടെ, അവരുടെ ഇടയിൽ നിന്ന് മുഴുവൻ കേന്ദ്രത്തിന് അതിങ്ങനത്തെ ഒരു പുഷപ്പ് ഉണ്ടാകണം. കേന്ദ്രത്തിനുണ്ടാകണം, ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ബോധം ഉണ്ടാക്കണം. ഇത്തരം ആൾക്കാർ മുഴുവൻ വരണം. അപ്പോഴേ സമൂഹം ഒന്നിച്ചു വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. സമൂഹത്തിൻ്റെ ചിന്തയ്ക്ക് ആണല്ലോ പ്രാധാന്യമുള്ളത്. ആ ചിന്ത അംഗീകരിച്ചാലേ പറ്റുള്ളൂ പിന്നീട്. അപ്പം അതിന് ആ നിലയ്ക്കുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതിനാണ് നേരത്തെ പല കാര്യങ്ങൾക്ക് ഒപ്പുശേഖരണം നടത്തുന്നു, പല ആൾക്കാർ രംഗത്ത് വരുന്നു, പല ആൾക്കാരും രംഗത്ത് വന്ന് പലരെയും കാണുന്നു. രാഷ്ട്രീയക്കാരല്ലാത്ത ആൾക്കാരെ മുൻനിർത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത കാലത്ത് ഒരു സന്യാസി യാത്രയൊക്കെ നടന്നു. ഇതേപോലത്തെ ബോധവൽക്കരണത്തിന് വേണ്ടി നടന്ന സന്യാസി യാത്രയാണ്. ആ സന്യാസി സമൂഹം പല തട്ടിൽ നിന്നിരുന്നവരാ. തട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് വന്നു. അവരിതേപോലെ ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ട് ഒരു അന്തരീക്ഷം ഹിന്ദു സമൂഹത്തിനിടയിൽ ഉണ്ടായിക്കണം. ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ്, ക്ഷേത്രത്തിൻ്റെയാണ്. ഹിന്ദുക്കളുടെ ഇടയിലാണ് ഇതുണ്ടാക്കേണ്ടത്. അല്ലാതെ ജനാധിപത്യം കൈയാളുന്ന രാഷ്ട്രീയക്കാരുടെ ഇടയിലും മറ്റുള്ള മതങ്ങളുടെ ഇടയിലും അല്ല. ഹിന്ദുക്കളുടെ പ്രശ്നമാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ വൈക്കം സത്യാഗ്രഹ സമയത്ത് ക്രിസ്ത്യൻ നേതാക്കന്മാർ വന്ന സമയത്ത് പറഞ്ഞില്ല, ഇത് ഹിന്ദുക്കളുടെയാണ് പ്രശ്നം, ഹിന്ദുക്കളുള്ള ആൾക്കാർ നേതൃത്വം കൊടുക്കണം. അങ്ങനെ കൊണ്ടാണ് മന്നത്താചാര്യനും ബാക്കിയുള്ളവരൊക്കെ തന്നെ നേതൃത്വം കൊടുത്തത്. അതേപോലത്തെ ആൾക്കാർ രംഗത്ത് വന്ന് പുതിയൊരു നവോത്ഥാനം, ക്ഷേത്ര നവോത്ഥാനം നടത്തേണ്ടി വരും. അതാണ്. അപ്പോൾ ഹിന്ദു സമൂഹം ശക്തിയാർജിക്കും, അതനുസരിച്ച് നീങ്ങാനും തയ്യാറാവും. അതാണ് ഇതിൻ്റെ വഴി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.